നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. ഇന്ന് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. തക്കാളിക്കറി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 3 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നപ്പോഴേക്കും പാകത്തിന് കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു സവാള നല്ല നൈസായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സവാള ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഫ്രൈ ഒന്നും ആക്കണ്ട, നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടിനെയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതേ നമുക്ക് കാണാം ഈ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് ഒരുവിധം തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു പച്ചമുളകാണ്, ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ 2 തക്കാളി. ഇനി ഈ തക്കാളിയും പച്ചമുളകിനെയും സവാള എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണേ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാത്തിനും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി, തക്കാളിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇത് ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇവിടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് ഇതിനെല്ലാത്തിനെയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട തേങ്ങാപ്പാലാണ്. തേങ്ങ അരച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. ഒരു അരമുറി തേങ്ങയുടെ പാല് നല്ല തിക്കായിട്ടുള്ളത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. വെള്ളം വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് ഇടാനും ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തീ ഇപ്പം നന്നായിട്ട് കുറച്ച് വെച്ചേക്കണം കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറിയിൽ ചെറുതായിട്ടൊരു തിള വരും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇവിടെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ കറി. അപ്പോൾ ഈ കറി ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇന്നത്തെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.